ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേഷണൽ കാൽക്കുലസിനെ കുറിച്ചിട്ടാണ്. നേരത്തെ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടു റിലേഷണൽ ആൾജിബ്രയെ കുറിച്ചിട്ട്. റിലേഷണൽ ആൾജിബ്ര എന്ന് പറയുമ്പം അതൊരു പ്രൊസീജറൽ കൊറി ലാംഗ്വേജ് ആയിരുന്നു. പക്ഷെ അതുപോലെയല്ല റിലേഷണൽ കാൽക്കുലസ് എന്ന് പറയുന്നത്. റിലേഷണൽ കാൽക്കുലസ് ഒരു നോൺ പ്രൊസീജറൽ കൊറി ലാംഗ്വേജ് ആണ്. Relational calculus is a non-procedural query language that tells the system what data to be retrieved but does not tell how to retrieve it. നമ്മൾ റിലേഷണൽ കാൽക്കുലസിൽ എന്ത് ഡാറ്റയാണ് റിട്രീവ് ചെയ്യേണ്ടതെന്ന് മാത്രമേ പറയുള്ളൂ. പക്ഷെ അതെങ്ങനെ റിട്രീവ് ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നില്ല. പക്ഷെ റിലേഷണൽ ആൾജിബ്രയിൽ നമ്മൾക്ക് എങ്ങനെ റിസൾട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നു നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. Relational algebra targets how to obtain the result, but relational calculus targets what result to be obtained. ഇതിനകത്ത് എന്ത് റിസൾട്ടാണ് കിട്ടേണ്ടതെന്നേ പറയുള്ളൂ. പക്ഷേ റിലേഷണൽ ആൾജിബ്രയ്ക്കകത്ത് നമ്മൾ എങ്ങനെയാണ് അത് ഒബ്റ്റെയിൻ ചെയ്യാമെന്നും കൂടെ പറയും. റിലേഷണൽ ആൾജിബ്ര ഒരു പ്രൊസീജറൽ കൊറി ലാംഗ്വേജ് ആയിരുന്നു. റിലേഷണൽ കാൽക്കുലസ് എന്ന് പറയുന്നത് നോൺ പ്രൊസീജറൽ കൊറി ലാംഗ്വേജ് ആണ്. ഇതിന് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. റിലേഷണൽ കാൽക്കുലസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ടപ്പിൾ റിലേഷണൽ കാൽക്കുലസും ഡൊമൈൻ റിലേഷണൽ കാൽക്കുലസും. റിലേഷണൽ കാൽക്കുലസ് ടു വേരിയൻ്റ് ഓഫ് റിലേഷണൽ കാൽക്കുലസ് എന്ന് പറഞ്ഞാൽ ടപ്പിൾ റിലേഷണൽ കാൽക്കുലസ് TRC ആൻഡ് ഡൊമൈൻ റിലേഷണൽ കാൽക്കുലസ് DRC. പിന്നെ ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് ലാംഗ്വേജ് SQL ഈസ് ഇൻസ്പയർഡ് ബൈ ടപ്പിൾ റിലേഷണൽ കാൽക്കുലസ് ആണ്. SQL എന്ന് പറയുന്നത് ഡിക്ലറേറ്റീവ് ലാംഗ്വേജ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻ്റ് ആണ്. എ റിലേഷണൽ കാൽക്കുലസ് ഈസ് എ ഡിക്ലറേറ്റീവ് ലാംഗ്വേജ് ഫോർ സ്പെസിഫൈങ് ഡാറ്റാബേസ് ക്വറീസ് ആണ്. SQL എന്ന് പറയുന്നതും ഒരു ഡിക്ലറേറ്റീവ് ലാംഗ്വേജ് ആണെന്നാണ് പറയുന്നത്. QBE എന്ന് പറഞ്ഞ ലാംഗ്വേജ് കൊറി ലാംഗ്വേജ് ബേസ്ഡ് ഓൺ ഡൊമൈൻ റിലേഷണൽ കാൽക്കുലസ് ആണ്. Calculus has variable, constant, comparison operator, logical connectives and quantifiers. Tuple relational calculus എന്തിനാണെന്ന് വെച്ചാൽ used for selecting those tuples that satisfying a given condition satisfy ചെയ്യുന്ന ടപ്പിൾസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടപ്പിൾ റിലേഷണൽ കാൽക്കുലസ് അല്ലെങ്കിൽ TRC യൂസ് ചെയ്യുന്നത്. ഡൊമൈൻ റിലേഷണൽ കാൽക്കുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമൈൻ റിലേഷണൽ കാൽക്കുലസ് ദ റെക്കോർഡ്സ് ആർ ഫിൽറ്റേർഡ് ബേസ്ഡ് ഓൺ ദ ഡൊമൈൻസ്. ഡൊമൈൻ റിലേഷണൽ കാൽക്കുലസിൽ റെക്കോർഡ്സ് എല്ലാം ഫിൽറ്റർ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ഡൊമൈൻസ് ആണ്. കാൽക്കുലസ് എക്സ്പ്രഷൻസ് ആർ കോൾഡ് ഫോർമുലാസ്. An answer tuple is an assignment of constant to variable that make the formula evaluate to true. ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടപ്പിൾ റിലേഷണൽ കാൽക്കുലസ് TRC അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടപ്പിൾ റിലേഷണൽ കാൽക്കുലസ് എന്ന് പറയുന്നത് ഒരു നോൺ പ്രൊസീജറൽ കൊറി ലാംഗ്വേജ് ആണ്. അൺലൈക്ക് റിലേഷണൽ ആൾജിബ്ര. റിലേഷണൽ ആൾജിബ്ര എന്ന് പറയുന്നത് പ്രൊസീജറൽ കൊറി ലാംഗ്വേജ് ആയിരുന്നു. ടപ്പിൾ റിലേഷണൽ കാൽക്കുലസ് ഓൺലി ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് കൊറി അത് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് ബട്ട് ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ദ മെത്തേഡ് ടു സോൾവ് ഇറ്റ്. നമ്മൾ നേരത്തെ കഴിഞ്ഞു റിലേഷണൽ കാൽക്കുലസിൽ ഇത് വാട്ട് ഡാറ്റ ടു ബി റിട്രീവ്ഡ് അത് മാത്രമേ പറയുള്ളൂ. ബട്ട് ഡസ് നോട്ട് ടെൽസ് ഹൗ ടു റിട്രീവ് ഇറ്റ്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയില്ല, എന്താണ് നമുക്ക് കിട്ടേണ്ടതെന്ന് മാത്രമേ പറയുള്ളൂ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. Tuple relational calculus provides only the description of query, but it does not provide the method to solve it. Tuple relational calculusൽ നമ്മളൊരു query എക്സ്പ്രസ് ചെയ്യുന്ന ഫോമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. T ഉണ്ട്, പിന്നെ പൈപ്പ് ലൈൻ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് ദെൻ P of T. അതായത് T എന്ന് പറയുന്നത് റിസൾട്ടിങ് ടപ്പിൾസ് ആണ്. P of T എന്ന് പറഞ്ഞാൽ നോൺ ആസ് പ്രെഡിക്കേറ്റ് ആൻഡ് ദീസ് ആർ ദ കണ്ടീഷൻ ദാറ്റ് ആർ യൂസ് ടു ഫെച്ച് T. നമുക്ക് ഈ T ഫെച്ച് ചെയ്യാനുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ ആ പ്രെഡിക്കേറ്റ് ആണ് P of T എന്ന് പറയുന്നത്. T is the tuple variable that takes on tuples of a relation as value. P of T is the formula describing T. The answer to the query is the set of all tuples T that make P of T to be true when T equal to T. അതായത് പറയുന്നത് നമുക്ക് T എന്ന് പറയുന്ന റിസൾട്ടിങ് ടപ്പിളും P of T എന്ന് പറയുന്ന കണ്ടീഷനും ആയിരിക്കും. ഇതിൻ്റെ
ആൻസർ ടു ദ ക്വറി എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ ടപ്പിൾസ് ടി ദാറ്റ് മേക്ക് പി ഓഫ് ടി ട്രൂ. പി ഓഫ് ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ടപ്പിൾസ് ആയിരിക്കും ടി എന്ന് പറയുന്നത്. ടി ആർ സി ഫോർമുല ഈസ് റിക്കേഴ്സീവ്ലി ഡിഫൈൻ. പി ഓഫ് ടി എന്ന് പറഞ്ഞാൽ അതായത് കണ്ടീഷൻ മേ ഹാവ് വേരിയസ് കണ്ടീഷൻ ലോജിക്കലി കമ്പൈൻ വിത്ത് ഓർ ആൻഡ് നോട്ട് ഇങ്ങനെയെല്ലാം ഉള്ള എന്താണ് നമ്മുടെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വെച്ച് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു വേരിയസ് കണ്ടീഷൻസ് ആയിരിക്കും ഈ പി ഓഫ് ടിയിൽ ഉണ്ടായിരിക്കാം. ഇറ്റ് ഓൾസോ യൂസസ് ക്വാണ്ടിഫയേഴ്സ്, എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ, യൂണിവേഴ്സൽ ക്വാണ്ടിഫയേഴ്സ്. ഇവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്ന ഫൈൻഡ് ഓൾ സെയിലേഴ്സ് വിത്ത് റേറ്റിംഗ് എബവ് 7 ആണ്. ഇവിടെ നമുക്ക് നോക്കാം. നമ്മുടെ ഈ കൊറിക്ക് 2 പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ റിസൾട്ടിങ് ടപ്പിൾസും നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് എന്താണ് കണ്ടീഷൻസുമാണ്. അതായത് കണ്ടീഷൻ ദാറ്റ് ആർ യൂസ് ടു ഫെച്ച് ദ ടപ്പിൾസ് അതാണ് കാണിച്ചിരുന്നത്. അപ്പോൾ സോ നമുക്കിവിടെ എന്താണ് കണ്ടീഷൻസ് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സെയിലേഴ്സ് വിത്ത് റേറ്റിംഗ് എബവ് 7 ആണ്. സോ നമുക്ക് റിസൾട്ട് ചെയ്യേണ്ട ടപ്പിൾസ് എന്ന് പറഞ്ഞത് സെയിലേഴ്സ് എന്നുള്ള ടേബിൾസ് നിന്നായിരിക്കണം. സോ എസ് എലമെൻറ്റ് ഓഫ് സെയിലേഴ്സ് ആൻഡ് റേറ്റിംഗ് ഗ്രേറ്റർ ദാൻ 7 ആയിരിക്കണം. സോ നമുക്ക് ഈ 2 കണ്ടീഷനാണുള്ളത്. സെയിലറിലെ ടപ്പിൾസ്, സെയിലർ എന്ന് പറഞ്ഞ ഇൻസ്റ്റൻസിലെ ടപ്പിൾസാണ് നമുക്ക് റിസൾട്ട് ചെയ്യേണ്ടത്. പിന്നെ ആ റിസൾട്ട് ചെയ്യേണ്ട ടപ്പിൾസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് റേറ്റിംഗ് എബവ് 7 ആണ്. സോ എസ് ഡോട്ട് റേറ്റിംഗ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 7 ആയിരിക്കണം. അങ്ങനത്തെ ടപ്പിൾസാണ് റിസൾട്ട് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ എക്സാമ്പിൾ കാണിച്ചേക്കുന്നത്. അടുത്തതെന്ന് പറഞ്ഞത് ടി ആർ സി ആറ്റോമിക് ഫോർമുല. ഒരു ഫോർമുല എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫോർമുല ഈസ് റിക്കേഴ്സീവ്ലി ഡിഫൈൻ സ്റ്റാർട്ടിങ് വിത്ത് സിമ്പിൾ ആറ്റോമിക് ഫോർമുല. ആറ്റോമിക് ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഡീപ്പറായിട്ടുള്ള പ്രൊപ്പോസിഷണൽ സ്ട്രക്ചർ ഒന്നും ഇല്ലാത്ത ഫോർമുല, അതിനെയാണ് ആറ്റോമിക് ഫോർമുല എന്ന് പറയുന്നത്. ആറ്റോമിക് ഫോർമുല ഈസ് എ ഫോർമുല വിത്ത് നോ ഡീപ്പർ പ്രൊപ്പോസിഷണൽ സ്ട്രക്ചർ. ദാറ്റ് ഈസ് a formula that contains no logical connectives or equivalently a formula that has no strict subformals. അങ്ങനെയാണ് അതിനെയാണ് നമ്മൾ ആറ്റോമിക് ഫോർമുല എന്ന് പറയുന്നത്. സോ ആറ്റംസ് ആർ ദ സിംപ്ലസ്റ്റ് വെൽ ഫോംഡ് ഫോർമുലാസ് ഓഫ് ദ ലോജിക്. സോ നമ്മൾ പറഞ്ഞു ഫോർമുല എന്ന് പറഞ്ഞാൽ റിക്കേഴ്സീവ്ലി ഡിഫൈൻഡ് ആണ് സ്റ്റാർട്ടിങ് വിത്ത് സിമ്പിൾ ആറ്റോമിക് ഫോർമുല. ടപ്പിൾ റിലേഷണൽ കാൽക്കുലസിൽ ഫോർമുലാസ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ഫ്രം സിമ്പിൾ ആറ്റോമിക് ഫോർമുലാസ് ആണ് ആൻഡ് റിക്കേഴ്സീവ്ലി ഡിഫൈൻ ചെയ്തേക്കുന്നതായിരിക്കും. ഗെറ്റിംഗ് ടപ്പിൾസ് ഫ്രം റിലേഷൻ ഓർ മേക്കിംഗ് കമ്പാരിസൺ ഓഫ് വാല്യൂസ്, അങ്ങനെ നമ്മൾ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ബിൽഡിംഗ് ബിഗർ ആൻഡ് ബിഗർ ഫോർമുലാസ് യൂസിങ് ലോജിക്കൽ കണക്റ്റീവ്സ്. ഇവിടെ നമുക്ക് ടി ആർ സിയുടെ ആറ്റോമിക് ഫോർമുല ആദ്യം നോക്കാം. ദെൻ ആറ്റോമിക് ഫോർമുലയിൽ നമ്മൾ എന്താണ് കണക്റ്റീവ്സ് എല്ലാം വെച്ചിട്ട് ലോജിക്കൽ കണക്റ്റീവ്സ് എല്ലാം വെച്ചിട്ട് നമ്മൾ ടി ആർ സി ഫോർമുല ഫോം ചെയ്യും. ആദ്യം നമ്മൾ എന്താണ് റിലേഷൻ ടപ്പിൾസ് എടുത്തിട്ടും പിന്നെ അതിനെ കമ്പാരിസണൊക്കെ ചെയ്തിട്ട് നമ്മൾ ആറ്റോമിക് ഫോർമുല ടി ആർ സി ആറ്റോമിക് ഫോർമുല ഫോം ചെയ്യും. സോ അതിനെ വീണ്ടും ലോജിക്കൽ കണക്റ്റീവ്സ് എല്ലാം വെച്ചിട്ട് നമ്മൾ ടി ആർ സി ഫോർമുല ഉണ്ടാക്കും. ഫസ്റ്റ് നമുക്ക് ആറ്റോമിക് ഫോർമുല നോക്കാം. ആർ എന്ന് പറയുന്നത് ആർ നെയിം, ഇതിനകത്ത് സിമ്പിൾ ഫോർമുലാസ് കാണിച്ചേക്കുന്ന ആർ ഡോട്ട് എ ഓപ്പറേഷൻ എസ് ഡോട്ട് ബി അല്ലെങ്കിൽ ആർ ഡോട്ട് എ ഓപ്പറേഷൻ കോൺസ്റ്റൻറ്റ്, ഇതൊക്കെയാണ് ആറ്റോമിക് ഫോർമുലയിൽ വരുന്നത്. ഇതിനകത്ത് ഈ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട്, ഇത്രയും ഓപ്പറേറ്റേഴ്സാണ് ഈ ആറ്റോമിക് ഫോർമുലയിൽ യൂസ് ചെയ്യുന്നത്. ആർ നെയിം എന്ന് പറഞ്ഞ റിലേഷൻ നെയിമാണ്. ആറും എസും ആണ് ടപ്പിൾ വേരിയബിൾസ്. എ എന്ന് പറയുന്നത് ആറിലെ ആട്രിബ്യൂട്ടാണ്, ബി എന്ന് പറയുന്നത് എസിലെ ആട്രിബ്യൂട്ടാണ്. സോ ഇതാണ് ടി ആർ സി ആറ്റോമിക് ഫോർമുല എന്ന് പറയുന്നത്. ഇനി ടി ആർ സി ഫോർമുല എന്ന് പറയുന്നത് ആറ്റോമിക് ഫോർമുല ഓർ അതിനകത്ത് പി ക്യൂ ഇതിൻ്റെയൊക്കെ പല നോട്ട് പി അല്ലെങ്കിൽ പി ആൻഡ് ക്യൂ ഓർ പി ഓർ ക്യൂ ഓർ പി ആൻഡ് ക്യൂ ആർ ഫോർമുലാസ്. അതായത് നമ്മൾ രണ്ട് ഫോർമുലാസ് എടുത്തിട്ട്
അതിനകത്ത് ലോജിക്കൽ, ആൻറ്റി ലോജിക്കൽ, ഓർ അല്ലെങ്കിൽ ലോജിക്കൽ നോട്ട് എല്ലാം അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയേഴ്സും യൂണിവേഴ്സൽ ക്വാണ്ടിഫയേഴ്സും പറയുന്നുണ്ട്. ഇവിടെ ആർ ഈസ് ദി ടപ്പിൾ വേരിയബിൾ. രണ്ട് കേസിനകത്തും ആർ എന്ന് പറഞ്ഞാൽ ടപ്പിൾ വേരിയബിളാണ്. ഇനി നമുക്ക് TRCയുടെ ചില കുറേ എക്സാമ്പിൾസ് നോക്കാം. ഫൈൻഡ് ദ നെയിം ആൻഡ് ഏജ് ഓഫ് സെയിലേഴ്സ് വിത്ത് എ റേറ്റിംഗ് എബോവ് 7. ഇവിടെ പി എന്ന് പറയുന്ന ടപ്പിൾ വേരിയബിളാണ് വിത്ത് 2 ഫീൽഡ്സ്, നെയിമും ഏജും ഉണ്ട്. പി ഡോട്ട് നെയിമും പി ഡോട്ട് ഏജും. എന്നിട്ട് ഇവിടെ പറയുന്ന ദർ എക്സിസ്റ്റ് എ ടപ്പിൾ ഇൻ സെയിലേഴ്സ്. വേറെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ കണ്ടീഷൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ സെയിലേഴ്സ് വിത്ത് റേറ്റിംഗ് എബോവ് 7 അല്ലേ. സോ എസ് ഡോട്ട് റേറ്റിംഗ് ഗ്രേറ്റർ ദാൻ 7 ഉള്ള സെയിലേഴ്സിൻ്റെ നെയിമും ഏജും ആണ് നമുക്ക് കിട്ടേണ്ടത്. സോ പി ഡോട്ട് നെയിം ഈക്വൾ ടു എസ് ഡോട്ട് നെയിം ആൻഡ് പി ഡോട്ട് ഏജ് ഈക്വൾ ടു എസ് ഡോട്ട് ഏജ് ഗിവ് us വാല്യൂസ് ടു ദ ഫീൽഡ് ഓഫ് ആൻസർ ടപ്പിൾ പി. നമ്മളുടെ എന്താണ് ടപ്പിൾ വേരിയബിൾ എന്ന് പറഞ്ഞാൽ പി ആണ്. അപ്പോൾ നമുക്ക് ഈ പി ആണ് റിസൾട്ടിങ് ടപ്പിൾ എന്ന് പറയുന്നത്. നമ്മുടെ കണ്ടീഷൻ 2 പോർഷൻ ഉണ്ട് നമ്മുടെ എന്ന് പറഞ്ഞു. ഈ നമ്മുടെ പൈപ്പ് ലൈൻ്റെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് റിസൾട്ടിങ് ടപ്പിൾസും സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് കണ്ടീഷണലും പ്രെഡിക്കേറ്റും ആയിരിക്കും. നമ്മുടെ ഇവിടെ കണ്ടീഷൻ പറഞ്ഞേക്കുന്നത് റേറ്റിംഗ് ഗ്രേറ്റർ ദാൻ 7 കൂടുതലുള്ള സെയിലേഴ്സിൻ്റെ നെയിമും ഏജും ആണ് വേണ്ടത്. സോ പി ആണ് ടപ്പിൾ വേരിയബിൾ. അതിന് 2 ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞു, നെയിമും ഏജും. സോ പി ഡോട്ട് നെയിമും പി ഡോട്ട് ഏജും അത് രണ്ടുമാണ് നമുക്ക് എന്താണ് റിസൾട്ടിങ് ടപ്പിൾസ് എന്ന് പറയുന്നത്. Then if a variable r does not appear in atomic formula of the form r element of r name, then the type of r is a tuple whose fields include all fields of r that appear in the formula. Next എന്ന് പറയുന്നത് നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദ നെയിം ഓഫ് സെയിലേഴ്സ് ഹൂ ഹാവ് റിസർവ്ഡ് ഓൾ ബോർഡ്സ്. സോ പി ആണ് ഇവിടെ ടപ്പിൾ വേരിയബിൾ എന്ന് പറഞ്ഞാൽ. Then there exists an S element of sailors and for every B element of boards. നമ്മൾ എന്താണ് കണ്ടീഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ find the name of sailors who have reserved all boards. There exists R element of റിസർവ്സ്. നമ്മൾ എല്ലാ ബോട്ടുകളും റിസർവ് ചെയ്തല്ലേ നോക്കുന്നത്. സോ നമ്മൾ SID equal to RID and SID equal to RID എന്ന് പറഞ്ഞാൽ SIDക്കകത്ത് നമ്മൾ സെയിലറിൻ്റെ ഐഡിയ ഉണ്ടായിരിക്കും. നമ്മൾ എല്ലാ ബോട്ടും റിസർവ് ചെയ്ത സെയിലേഴ്സിനല്ലേ. സോ SID ഈക്വൽ ടു RIDയും റിസർവേഷനിലുള്ള ബോട്ട് ഐ ഡി എന്ന് പറയുന്നത് എല്ലാ ബോട്ട് ഐ ഡിയും വരണം. സോ SID ഈക്വൽ ടു RID ആൻഡ് R ഡോട്ട് BID റിസർവ് ചെയ്ത ബോട്ടിൻ്റെ ഐ ഡി ഈക്വൽ ടു BID B ഡോട്ട് BID ബോട്ടിൻ്റെ എല്ലാ ഐ ഡിയും റിസർവേഷനിൽ വരണം. അതുപോലെ ആ റിസർവേഷനിലുള്ള SID എന്ന് പറയുന്നത് എല്ലാ സെയിലേഴ്സിൻ്റെ ഇതും വരണം. അതായത് എല്ലാ ബോട്ടുകളും റിസർവ് ചെയ്ത ആൾക്കാരെ നമുക്ക് വേണ്ടത്. എന്നിട്ട് അങ്ങനത്തെ ആൾക്കാരുടെ പേരാണ് നമുക്ക് വേണ്ടത്. ആൻഡ് നമ്മുടെ ടപ്പിൾ വേരിയബിൾ എന്ന് പറയുന്നത് പി ആണ്. സോ പി ഡോട്ട് എസ് നെയിം ഈക്വൽ ടു എസ് ഡോട്ട് എസ് നെയിം. ആ ടപ്പിൾസ് നമുക്ക് റിസൾട്ട് ചെയ്യും. ഇവിടെ കൊടുത്തേക്കുന്നത് പി എന്ന് പറയുന്നത് നമ്മുടെ ടപ്പിൾ വേരിയബിൾ ദർ എക്സിസ്റ്റ് എസ് എലമെൻറ്റ് ഓഫ് സെയിലേഴ്സ് ഫോർ ഓൾ ബി എലമെൻറ്റ് ഓഫ് ബോട്ട്സ്. നമ്മൾ എന്താണ് ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ നെയിം ഓഫ് സെയിലേഴ്സ് ഹൂ ഹാവ് റിസർവ്ഡ് ഓൾ ബോട്ട്സ് നമുക്ക് കിട്ടും. ദെൻ ഫൈൻഡ് സെയിലേഴ്സ് ഹൂ ഹാവ് റിസർവ്ഡ് ഓൾ റെഡ് ബോട്ട്സ്. സോ നമുക്ക് അവിടെ എന്താ ഉണ്ടായിരിക്കേണ്ടത്? നമ്മുടെ ഇവിടെ ടപ്പിൾ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എസ് ആണ്. എസ് എലമെൻറ്റ് ഓഫ് സെയിലേഴ്സ് ആൻഡ് ഫോർ ഓൾ ബി എലമെൻറ്റ് ഓഫ് ബോർഡ്സ് എന്താണ് ബി ഡോട്ട് കളർ നോട്ട് ഈക്വൽ ടു റെഡ്. ദർ എക്സിസ്റ്റ് സ്റ്റാർ എലമെൻറ്റ് ഓഫ് റിസർവ് SID ഈക്വൽ ടു R ഡോട്ട് SID ആൻഡ് R ഡോട്ട് BID ഈക്വൽ ടു B ഡോട്ട് BID. ഇവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോട്ട് യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും A
ഇംപ്ലൈസ് ബി എന്ന് പറയുന്നത് നമുക്കെങ്ങനെ പറയാൻ പറ്റും? നോട്ട് എ ഓർ ബി എന്ന് പറയാൻ പറ്റും. ഇവിടെ അതേ ലോജിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ഇവിടെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബി കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, സെയിലേഴ്സിലുള്ള ഐ ഡി SID ഈക്വൽ ടു RID എന്ന് പറഞ്ഞാൽ റിസർവ് ചെയ്ത നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഫൈൻഡ് സെയിലേഴ്സ് ഹു ഹാവ് റിസർവ്ഡ് ഓൾ റെഡ് ബോർഡ്സ് അല്ലേ. അങ്ങനെയുള്ള റിസർവേഷൻ നടത്തിയ എല്ലാ സെയിലേഴ്സിൻ്റെയും പേര് വേണം. സോ SID ഈക്വൽ ടു R.SID. സെയിലേഴ്സിൻ്റെ SIDയും ആറിൻ്റെ SIDയും സെയിം ആയിരിക്കണം. കൂടെ എന്താണ് റിസർവേഷനിലുള്ള ബോട്ട് ID എന്ന് പറയുന്നത് എല്ലാ ബോട്ട് IDയും വേണം. അത് ഏതിൻ്റെ ആയിരിക്കണം? റെഡ് ബോട്ട് റിസർവ് ചെയ്ത എല്ലാവരുടെയും വേണം. സോ നമുക്ക് A ഇംപ്ലൈസ് B എന്നുള്ള പോലെ നോട്ട് എ ഓർ ബി നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ ബി കളർ നോട്ട് ഈക്വൽ ടു റെഡ് ആണ്. അതായത് നോട്ട് എ ഓർ ബി കണ്ടീഷൻ ഇത് പറഞ്ഞേക്കുന്നു. സോ ഫൈൻഡ് ഓൾ സെയിലേഴ്സ് ഹു ഹാവ് റിസർവ്ഡ് ഓൾ റെഡ് ബോർഡ്സ്. ഇത് നമുക്ക് എങ്ങനെയും പറയാൻ പറ്റും. ഇവിടെ എഴുതി കാണിക്കാം. യെസ് ഓർ, നമുക്ക് അകത്തുള്ള കണ്ടീഷൻ മാത്രമേ, ഇവിടെ സ്പേസ് കുറവാണ്. നമുക്കെങ്ങനെ പറയാൻ പറ്റും? ബി ഡോട്ട്, നമുക്ക് അതിനകത്ത് മാറ്റമുള്ള പോർഷൻ മാത്രമായിട്ട് എഴുതിയത്. നമ്മൾ പറഞ്ഞു A ഇംപ്ലൈസ് B എന്നുള്ളത് നമ്മൾ നോട്ട് എ ഓർ ബി എന്നാണ് പറഞ്ഞത്. അതായത് എന്താ, നമ്മുടെ ഈ കൊറിക്കകത്തുള്ള പോലെ തന്നെ S എലമെൻറ്റ് ഓഫ് സെയിലേഴ്സ് ആൻഡ് ഫോർ ഓൾ B എലമെൻറ്റ് ഓഫ് ബോർഡ്സ്. നമ്മളിവിടെ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ബി ഡോട്ട് ബി കളർ നോട്ട് ഈക്വൽ ടു റെഡ് ഓർ അത് കഴിഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ, അതായത് നോട്ട് എ ഓർ ബി അതിനാണ് നമ്മൾ A ഇംപ്ലൈസ് ബീനെ നമ്മളിങ്ങനെ മാറ്റിയത്. സോ നമ്മളിവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബി ഡോട്ട് ബി കളർ ഈക്വൽ ടു റെഡ് ഇംപ്ലൈസ് നമ്മുടെ സെയിം കണ്ടീഷൻ തന്നെ, ദർ എക്സിസ്റ്റ് ആർ എലമെൻറ്റ് ഓഫ് റിസർവ് ആൻഡ് SID ഈക്വൽ ടു RID ആൻഡ് BID ഈക്വൽ ടു R.BID. ഇതേ സെയിം നമ്മുടെ ഇത്രയും കണ്ടീഷൻ, ഇതാണ് ബി കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ വരച്ചതാ ഈ പോർഷൻ, അതാണ് A കണ്ടീഷൻ. അത് നമ്മൾ നോട്ട് എ എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ A എന്നാക്കി. അതായത് ബി ഡോട്ട് ബി കളർ ഈക്വൽ ടു റെഡ്. അങ്ങനെയും നമുക്ക് പറയാം, ഇങ്ങനെയും പറയാം. രണ്ട് തരത്തിൽ നമുക്കത് പറയാൻ പറ്റും. ചെയ്യാൻ പോകുന്ന ഡൊമെയിൻ റിലേഷണൽ കാൽക്കുലസ് ആണ്. ഡൊമെയിൻ റിലേഷണൽ കാൽക്കുലസ് ഈസ് എ നോൺ പ്രൊസീജറൽ ക്വറി ലാംഗ്വേജ് equivalent in power to tuple relational calculus. നമ്മൾ നേരത്തെ ടപ്പിൾ റിലേഷണൽ കാൽക്കുലസ് കണ്ടു. ഡൊമെയിൻ റിലേഷണൽ കാൽക്കുലസ് എന്ന് പറയുന്നതും ഒരു നോൺ പ്രൊസീജറൽ ക്വറി ലാംഗ്വേജ് ആണ്, equivalent in power to tuple relational calculus. Domain relational calculus provides only the description of the query, but it does not provide the method to solve it. In domain relational calculus, a query is expressed as നമ്മളിവിടെ ഫിഗറിൽ കാണിച്ചേക്കുന്നു. x1 x2 etc. up to xn. ഇത് കഴിഞ്ഞൊരു പൈപ്പ് ലൈൻ, ദെൻ p of x1 x2 xn. ഇതിനകത്ത് x1 x2 xn എന്ന് പറയുന്നത് റിസൾട്ടിങ് ഡൊമൈൻസ് വേരിയബിൾ p of x1 x2 അങ്ങനെ എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ദ കണ്ടീഷൻ ഓർ ഫോർമുല ഇക്വലൻറ്റ് ടു ദ പ്രെഡിക്കേറ്റ് കാൽക്കുലസ്. അതായത് നമുക്ക് രണ്ട് പാർട്ട് ഉണ്ട്, നേരത്തെ പോലെ തന്നെ പൈപ്പ് ലൈൻ വെച്ച് സെപ്പറേറ്റ് ചെയ്ത്. x1 x2 up to xn എന്ന് പറയുന്നത് റിസൾട്ടിങ് ഡൊമൈൻ വേരിയബിൾസ് ആണ്. p of x1 x2 എന്ന് പറയുന്നത് കണ്ടീഷൻ അല്ലെങ്കിൽ ഫോർമുല ഇക്വലൻറ്റ് ടു പ്രെഡിക്കേറ്റ് കാൽക്കുലസ്. നമ്മൾ ടപ്പിൾ റിലേഷണൽ കാൽക്കുലസിൽ കണ്ട പോലെ തന്നെ. The answer to the query include all tuples x1 x2 etc. up to xn and make the formula p of x1 x2 xn be true. അതായത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ റിസൾട്ടാണ് x1 x2 etc. up to xn എന്ന് പറയുന്നത്. DRC formula is recursively defined starting with a simple atomic formula
ആൻഡ് ബിൽഡിംഗ് ബിഗർ ആൻഡ് ബെസ്റ്റർ ഫോർമുലാസ് യൂസിങ് ലോജിക്കൽ കണക്റ്റീവ്സ്. ഇതൊക്കെ നമ്മൾ നേരത്തെ ടപ്പിൾ റിലേഷണൽ കാൽക്കുലസിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതും വർക്ക് ചെയ്യുന്നത്. Predicate calculus formula includes set of all comparison operators, set of all connectives like and or not, set of all quantifiers. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നു. ഫൈൻഡ് ഓൾ സെയിലേഴ്സ് വിത്ത് എ റേറ്റിംഗ് എബോവ് 7. ഇവിടെ എന്താണ് റിസൾട്ട് ചെയ്യുന്ന ടപ്പിൾസ് അല്ലെങ്കിൽ ഡൊമൈൻ വേരിയബിൾസ്, അതാണ് INTA എന്ന് പറയുന്നത്. ഇത് INTA എന്ന് പറയുന്നത് എലമെൻ്റ് ഓഫ് സെയിലേഴ്സ് ആയിരിക്കും. ആൻഡ് എന്താ പറയുന്നത്, നമ്മുടെ റേറ്റിംഗ് T greater than 7 ആയിരിക്കണം. അതായത് ഈ INTA സെയിലേഴ്സിലുള്ളതും ആയിരിക്കണം ആൻഡ് T greater than 7 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ റിസൾട്ട് ചെയ്യുന്നതാണ് INTA എന്ന് പറയുന്ന ടപ്പിൾസ് എന്ന് പറയുന്നത്, ഡൊമൈൻ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഡൊമൈൻ റിലേഷണൽ കാൽക്കുലസിൻ്റെ DRC ആറ്റോമിക് ഫോർമുല എന്ന് പറയുന്ന നേരത്തെ കണ്ടതുപോലെ തന്നെയാണ് എല്ലാം പറയുന്നത്. x1 x2 എക്സെട്ര അപ് ടു xn എന്ന് പറയുന്ന എലമെൻറ്റ് ഓഫ് R നെയിം x ഓപ്പറേഷൻ y ഓർ x ഓപ്പറേഷൻ കോൺസ്റ്റൻറ്റ്. R നെയിം എന്ന് പറയുന്നത് റിലേഷൻ നെയിമും XY എന്ന് പറയുന്നത് ഡൊമൈൻ വേരിയബിൾസും ആയിരിക്കും. ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ഏതെങ്കിലും ഒന്നായിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു. ഈ DRC ഫോർമുല എന്ന് പറയുന്നത് തന്നെ ആറ്റോമിക് ഫോർമുല ആയിരിക്കും. ഓർ ലോജിക്കൽ നോട്ട്, ലോജിക്കൽ പിന്നെ ആൻഡ് ഓർ ഇതൊക്കെയാണ് നമ്മൾ കണക്റ്റീവ്സ്. അതായത് നോട്ട് P ആൻഡ് Q, P or Q, where P and Q are formulas. There exist existential quantifiers where variable x is free in P of x. For all universal quantifiers where variable x is free in P of x. Free and bound variable, there exist for all are quantifiers. The use of there exist and for all existential and universal quantifier and there exist for all എന്ന് പറയുന്ന is said to bind x, a variable that is not bound is free. അതായത് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിലും എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിലും എക്സ് ഫ്രീ ആണെന്ന്. അപ്പം the use of universal and existential quantifier is said to bind x. അതിനകത്ത് ആ വേരിയബിളിനെ ബൈൻഡ് ചെയ്യണമെന്നാണ്. ഈ വേരിയബിൾ ദാറ്റ് ഈസ് നോട്ട് ബൗണ്ട് ഈസ് ഫ്രീ, അതാണ് ഫ്രീ എന്ന് പറയുന്നത്. അതാണ് അവിടെ ഫ്രീ ആണെന്ന് പറയാൻ കാരണം. An important restriction on the definition of a domain relational calculus query എന്ന് പറയുന്നത് the variable x1 x2 xn that appears to the left of pipeline must be the only free variable in the formula. ഈ പ്രെഡിക്കേറ്റിൽ കൊടുക്കുന്ന അത് നമ്മൾ പറഞ്ഞു നമ്മുടെ DRCയിൽ 2 പോർഷൻ ഉണ്ടെന്ന്. പൈപ്പ്ലൈൻ്റെ ഒരു വശത്തുള്ളതും മറ്റു വശത്തുള്ളത്, ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും. ദ വേരിയബിൾസ് ദാറ്റ് അപ്പിയേഴ്സ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ ഫോർമുല, അതായത് റിസൾട്ടിങ് ടപ്പിൾസ് മസ്റ്റ് ബി ദ ഓൺലി ഫ്രീ വേരിയബിൾ ഇൻ ദ ഫോർമുല. പ്രെഡിക്കേറ്റിലുള്ള നമ്മൾ കൊടുക്കുന്ന വേരിയബിൾസ്. വേറെന്താണെന്ന് വെച്ചാൽ ഇതിന് ഡൊമൈൻ വേരിയബിൾ എന്ന് പറയുന്നത് ദോസ് വിൽ ബി ഇൻ റിസൾട്ടിങ് റിലേഷനിലുള്ള ഡൊമൈൻ വേരിയബിൾസ് എന്ന് പറയുന്നത് മസ്റ്റ് അപ്പിയർ ബിഫോർ പൈപ്പ്ലൈൻ സിമ്പിൾ ആൻഡ് ഓൾസോ വിത്തിൻ ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആൻഡ് ഓൾ ദ ഡൊമൈൻ വേരിയബിൾസ് മസ്റ്റ് അപ്പിയർ ഇൻ വിച്ച് ദ ഓർഡർ ദേ ആർ ഇൻ ഒറിജിനൽ റിലേഷൻ ഓർ ടേബിൾ. ഇനി നമുക്കിതിൻ്റെ ഓരോ എക്സാമ്പിൾസ് നോക്കാം. നമ്മൾ TRCയിൽ ചെയ്തത് എക്സാമ്പിൾസ് തന്നെ എവിടെയും പറയുന്നത്. ഫൈൻഡ് ഓൾ സെയിലേഴ്സ് വിത്ത് റേറ്റിംഗ് ഗ്രേറ്റർ ദാൻ 7, റേറ്റിംഗ് എബോവ് 7. ഇവിടെ നമ്മൾ പറയുന്ന INTA ഇതൊക്കെയാണ് ഇവിടുത്തെ ഡൊമൈൻ വേരിയബിൾസ് എന്ന് പറയുന്നത്. പിന്നെ പൈപ്പ് ലൈൻ്റെ അപ്പുറേ കാണുന്ന അത് കണ്ടീഷൻ എന്ന് പറയുന്നതും. ആദ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ INTA എന്ന് പറയുന്നത് എലമെൻറ്റ്സ് ഓഫ് സെയിലേഴ്സ് എന്ന ഇൻസ്റ്റൻസിലായിരിക്കും.
പിന്നെന്ന് പറയുന്നത് റേറ്റിംഗ് ഗ്രേറ്റർ ദാൻ 7 ആയിരിക്കണം. The condition INTA element of scalars ensures that the domain variable INTA are bound to fields of the same scalars tuple. Pipeline should be read as such that the term INTA to the left of pipeline says that every tuple that satisfies t greater than 7 is in the answer. ഇവിടെ പറഞ്ഞത് ഇപ്പം ക്ലിയർ ആയില്ലേ? INTA നമ്മുടെ ആ ഓപ്പണിങ് ക്ലോസിങ് ഇതിൻ്റെ ഉള്ളിലിട്ട് അല്ല ലെസ് ദാനും ഗ്രേറ്റർ ദാനും സിമ്പലിനിട്ട് പൈപ്പ് ലൈനിൻ്റെ എന്താണ് ലെഫ്റ്റ് സൈഡിലുള്ള അതാണ് എന്താണ് ആൻസർ എന്ന് പറയുന്നത്. ദ ടേം INTA ടു ദ ലെഫ്റ്റ് ഓഫ് പൈപ്പ് ലൈൻ സേസ് ദാറ്റ് എവറി ടപ്പിൾ INTA ദാറ്റ് സാറ്റിസ്ഫൈ t ഗ്രേറ്റർ ദാൻ 7 അതായത് റേറ്റിംഗ് എബോവ് 7 ഈസ് ഇൻ ദി ആൻസർ. നമ്മുടെ ഇൻസ്റ്റൻസിലുള്ള t ഗ്രേറ്റർ ദാൻ 7 ആയിട്ടുള്ള എല്ലാ ടപ്പിൾസും INTA ടപ്പിൾസും റിസൾട്ടിലുണ്ടാവും. അതാണ് ആദ്യം പറഞ്ഞേക്കുന്നത്. പിന്നെ പറഞ്ഞേക്കുന്ന INTA എലമെൻറ്റ് ഓഫ് സീലേഴ്സ് എന്ന് പറയുന്നത് ensures that the domain variable INTA are bound to the field of the same Saylor table. ഇത് Saylor ടേബിളിലുള്ള ഇൻസ്റ്റൻസ് തന്നെ ആയിരിക്കണം. ഓൾസോ റേറ്റിംഗ് ഗ്രേറ്റർ ദാൻ 7 ആയിരിക്കണം. അതാണ് കണ്ടീഷൻ കൊടുത്തേക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫൈൻഡ് ദ നെയിം ഓഫ് സെയിലേഴ്സ് റേറ്റഡ് ഗ്രേറ്റർ ദാൻ 7 ഹു ഹാവ് റിസർവ്ഡ് ബോട്ട് ID 103. ഫസ്റ്റ് കാണിച്ചേക്കുന്ന ദർ എക്സിസ്റ്റ് IR BRD അതൊന്ന് ഷോർട്ട് ഹാൻഡ് ഫോർ ഇങ്ങനെ ബ്രാക്കറ്റിലിട്ട് ഇതിന് തന്നെയാണ്. പിന്നെ ദർ എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ ടു ഫൈൻഡ് എ ടപ്പിൾ ഇൻ റിസർവ്സ് ദാറ്റ് ജോയിൻ വിത്ത് ദ സെയിലേഴ്സ് ടപ്പിൾസ് അണ്ടർ കൺസിഡറേഷൻ. ഇവിടെ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് പറയാം. നമുക്കിവിടെ എന്താ വേണ്ടത്? ഫൈൻഡ് ദ നെയിം ഓഫ് സെയിലേഴ്സാണ്. സോ നമ്മുടെ റിസൾട്ടിങ് ടപ്പിൾ എന്ന് പറയുന്നത് N ആയിരിക്കും. പിന്നെന്ന് പറയുന്നത് ദർ എക്സിസ്റ്റ് ITA എന്താണ് ID റേറ്റിംഗ് ഏജ് നമ്മൾ നേരത്തെ കണ്ട അത് തന്നെയാണ് പറയുന്നത്. പിന്നെ ഈ നമ്മുടെ ഈ INTA എന്ന് പറഞ്ഞ എലമെൻറ്റ്സ് എല്ലാം ടപ്പിൾസ് എല്ലാം സെയിലേഴ്സിലുള്ളതായിരിക്കണം. കൂടാതെ റേറ്റിംഗ് ഗ്രേറ്റർ ദാൻ 7 ആയിരിക്കണം. നമ്മുടെ കണ്ടീഷൻ നെയിം ഓഫ് സെയിലേഴ്സ് റേറ്റഡ് ഗ്രേറ്റർ ദാൻ 7 ഹു ഹാവ് റിസർവ്ഡ് ബോട്ട് എന്നല്ല പറഞ്ഞത്. സോ ഫസ്റ്റത്തെ കണ്ടീഷൻ പറഞ്ഞു ഇതായിരിക്കണം. കൂടെ ദർ എക്സിസ്റ്റ് IR BRD നമ്മൾ എന്താണ് റിസർവേഷനിലെ ഇത് കാണിക്കണം IR എന്ന് വെച്ചിട്ട്. അതിനകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ID ഉണ്ട്, പിന്നെ ബോട്ടിൻ്റെ ID ഡേ ഇങ്ങനത്തെ 3 കാര്യങ്ങളാണുള്ളത്. അത് 3 എലമെൻറ്റ്സ് ഓഫ് റിസർവിലെ എലമെൻറ്റ്സ് ആണെന്ന് പറയുന്നുണ്ട്. കൂടാതെ എന്തായിരിക്കണം? IR ഈക്വൽ ടു I അതായത് സെയിലേഴ്സിലുള്ള IDയും റിസർവേഷനിലുള്ള IDയും സെയിം ആയിരിക്കണം. കൂടാതെ അതെന്ന് പറയുന്നത് ബോട്ടിൻ്റെ ID 103 ഉള്ളതായിരിക്കണം. അതായത് നെയിം ഓഫ് സെയിലേഴ്സ് റേറ്റഡ് 7 ഹു ഹാവ് റിസർവ്ഡ് ബോട്ട് ID എന്ന് പറഞ്ഞാൽ 103യും ബോട്ട് ID 103 സെയിലർ അതിൻ്റെ നെയിമാണ് നമുക്ക് വേണ്ടത് സെയിലേഴ്സിൻ്റെ ടേബിളിൽ നിന്ന്. റിസർവേഷൻ്റെ ടേബിളിൽ ബോട്ട് IDയും SID ഉണ്ട്. സോ നമുക്ക് ബോട്ട് ID 103 ഉള്ള സെയിലറിൻ്റെ നെയിം എന്താണ് നെയിം നമുക്ക് സെയിലേഴ്സിൻ്റെ ടേബിളിൽ നിന്ന് കിട്ടണം. അതിൻ്റെ കൂടെ റേറ്റിംഗ് 7 ആയിരിക്കണം. സോ റേറ്റിംഗ് 7 ആണോ എന്ന് അവിടെ ആദ്യം നോക്കി. കൂടാതെ ഈ കണ്ടീഷനും പറഞ്ഞു. നെക്സ്റ്റ് നോക്കാൻ പോകുന്ന എക്സ്പ്രസീവ് പവർ ഓഫ് ആൾജിബ്ര ആൻഡ് കാൽക്കുലസ് ആണ്. ആദ്യം അൺസേഫ് ക്വറി എന്താണെന്ന് നോക്കാം. എ സിൻറ്റാറ്റിക്കലി കറക്റ്റ് കാൽക്കുലസ് ക്വറി ദാറ്റ് ഹാസ് ആൻ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ആൻസേഴ്സ് അതൊരു അൺസേഫ് ക്വറിയാണ്. Then every query that can be expressed in relational algebra can be expressed as a safe query in domain relational calculus അല്ലെങ്കിൽ tuple relational calculus. The converse is also true. Then relational completeness എന്ന് പറയുന്നത് query language can express every query that is expressible in relational algebra. And also in addition, commercial query language can express some queries that cannot be expressed in relational algebra.